ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കിടുക്കാച്ചി ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 5 സ്റ്റാർ ഡിഷാണിത്. എന്താണെന്നറിയണ്ടേ? ഇതാണ് ചിക്കൻ സ്റ്റേക്ക്. ഇതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് ഒരു ചിക്കൻ്റെ ബോൺലെസ് പീസാണ് വേണ്ടത് ഇതിന്. അതിനുശേഷം നമ്മൾ ആ ഒരു പീസിനെ കത്തി കൊണ്ട് എല്ലാ ഭാഗത്തു കൂടി ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിൻ്റെ 2 സൈഡും നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുക. നമുക്കറിയാം അല്ലേ എന്തിനാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നതെന്ന്? കാരണം നമ്മൾ മസാലയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തു കൂടി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആവശ്യത്തിന് കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും എടുത്ത ശേഷം അത് മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. ദെൻ ആ ഒരു പൗഡർ നമുക്ക് ഈ ഒരു ചിക്കൻ പീസിൻ്റെ മുകളിലൂടെ നമുക്ക് വിതറി കൊടുത്ത് അത് നമുക്ക് എല്ലാ ഭാഗത്തും 2 സൈഡിലും നമുക്ക് ഒരുപോലെ എല്ലാ ഭാഗത്തും നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈയോട് തന്നെയാണ് എല്ലാ ഭാഗത്തും, ആ ഒരു പീസിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ കൈയോട് തന്നെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇതിൻ്റെ 2 സൈഡും നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ ഒരു ഓയിൽ ഈ ഒരു പീസിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആക്കി കൊടുക്കുക. 2 സൈഡും നമുക്ക് ഒരുപോലെ തന്നെ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു 3 ക്യാരറ്റ് എടുത്ത ശേഷം അത് നമുക്ക് അതിലെ തൊലിയൊക്കെ ഒന്ന് കളയാം. അതിനുശേഷം നമ്മൾ അതിനെ നീളത്തിൽ കട്ട് ചെയ്യുക. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതിനെ നമ്മൾ വീണ്ടും ഒന്ന് സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് നമുക്ക് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ഒരു വലിയൊരു പീസിനെ നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഈ ഒരു മുഴുവനായിട്ടുള്ളൊരു വെളുത്തുള്ളിയുടെ നമ്മൾ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റവ് നമ്മൾ ഒരുപാട് കൂട്ടി വെക്കാതെ ഈ ഒരു ഫ്ലെയിം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാകത്തിന് ഒരു മീഡിയം ലെവലിൽ നമ്മൾ ആക്കി വെക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൻ നമ്മൾ അതിലേക്ക് വെക്കുക. അപ്പോൾ നമ്മൾ ഒലിവ് ഓയിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു 2 to 3 ടീസ്പൂൺ വരെ നമുക്ക് ഒലിവ് ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു 1 ടീസ്പൂൺ നമുക്കതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമുക്ക് ഓയിൽ ചൂടായ ശേഷം അതിലേക്കൊരു 1 ടീസ്പൂൺ ഓർഗാനോ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു 2 to 3 ടീസ്പൂൺ വരെ നമുക്ക് ഓയിൽ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതുവരെ കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് നമ്മൾ ഈ ഒരു പാനിലേക്ക് വെക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിയില ചേർക്കുകയാണ്. ഇനി വീണ്ടും നമുക്കിതിൻ്റെ മുകളിലൂടെ ആ ഒരു ഒലിവ് ഓയിൽ കുറച്ച് ഒഴിച്ച് നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
നമ്മളിത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിതിലേക്ക് 2 പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പാനിലുള്ള ഓയിൽ നമ്മൾ ഈ ഒരു പീസസിൻ്റെ മുകളിൽ കൂടി നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏറെക്കുറെ നമ്മുടെ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റിനെ നമുക്ക് ഒന്ന് ആ ഒരു ചട്ടിയിലിട്ട് ഇളക്കുക. ഇനി നമുക്ക് ആ ഒരു പീസസിനെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.
ഇനി നമുക്ക് അതിൻ്റെ മുകളിലൂടെ മല്ലിയിലേക്കൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.